ആമസോൺ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരത്ഭുതമാണല്ലേ. പക്ഷേ ഈ മഹാവനത്തിന്റെ കഥ നമുക്കെങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക? അതിന് നമുക്കൊരു വഴികാട്ടി വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വഴികാട്ടി ആമസോണിലെ ഏറ്റവും സവിശേഷനായ ഒരു ജീവിയാണ് ബോട്ടോ എന്ന് വിളിക്കുന്ന പിങ്ക് നദി ഡോൾഫിൻ. വരൂ, നമുക്ക് ഈ ഡോൾഫിന്റെ കണ്ണുകളിലൂടെ ആമസോണിന്റെ കഥ കേൾക്കാം. ശരി, അപ്പം നമ്മുടെ ഈ യാത്രയ്ക്ക് 6 ഭാഗങ്ങളുണ്ട്. ആമസോൺ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മുതൽ അവിടുത്തെ ജീവികൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, ഇന്നവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അവസാനം ആ വനത്തിന്റെ ഭാവി എന്താകും എന്നുവരെ നമ്മൾ നോക്കും. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ ആമസോൺ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അതിശക്തമായ ചില ഭൗമശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഭയങ്കരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, പിന്നെ ഭൂമിയുടെ ഫലകങ്ങൾ കൂട്ടിയിടിച്ച് ആൻഡീസ് പർവ്വതനിരകളുണ്ടായി. അതിനുശേഷം ഹിമയുഗം വന്ന് ഒരു ഭീമൻ തടാകം വറ്റിപ്പോയി. അങ്ങനെയാണ് ആമസോൺ നദി പിറക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ചേർന്നാണ് ഇന്നത്തെ ആമസോണിന്റെ മണ്ണും ഭൂപ്രകൃതിയും ഒരുക്കിയത്. ആ മണ്ണിലാണ് പിന്നീട് ഈ മഹാവനം വളർന്നു പന്തലിച്ചത്. അങ്ങനെ ഭൂമി ഒരുങ്ങി. ഇനി അവിടെ ജീവൻ എങ്ങനെയാണ് നിലനിന്നത്? അവിടത്തെ ജീവികൾ ഈ ഒരു ലോകത്ത് അതിജീവിക്കാൻ പഠിച്ച ചില അവിശ്വസനീയമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശരിക്കും ആമസോണിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. ഓരോ നിമിഷവും ജീവനു വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ മിക്ക ജീവികളും കാഴ്ചയിൽ ചെറുതും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിറങ്ങളോട് കൂടിയതും രാത്രി മാത്രം പുറത്തിറങ്ങുന്നതും. പകൽ ശാന്തമായി തോന്നുന്ന കാട് രാത്രിയാവുമ്പോൾ ആയിരക്കണക്കിന് ജീവികളുടെ ശബ്ദം കൊണ്ട് നിറയും. ആമസോണിലെ ചില കൂട്ടുകെട്ടുകൾ വളരെ രസകരമാണ്. ഈ കപ്പൂച്ചിൻ കുരങ്ങന്മാരുടെ കാര്യം തന്നെ എടുക്കാം. അവ മരങ്ങളിലെ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കും. ബദലില് ആ മരത്തിന് പരാഗണത്തിനുള്ള സഹായം കിട്ടും. അതായത് കുരങ്ങിന് ഭക്ഷണം കിട്ടി, മരത്തിന് അതിന്റെ വംശം നിലനിർത്താനും പറ്റി. 2 പേർക്കും സന്തോഷം. പക്ഷേ എല്ലാ ബന്ധങ്ങളും ഇതുപോലെ മനോഹരമല്ല കേട്ടോ. ചിലതൊക്കെ ഒരു ഹൊറർ സിനിമ പോലെയാണ്. ഈ 4 ഈച്ചകളുടെ കാര്യം നോക്കൂ. അവ ഇലവെട്ടൻ ഉറുമ്പുകളുടെ ശരീരത്തിനുള്ളിൽ മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ആ ഉറുമ്പിനെ ഉള്ളിൽ നിന്ന് തിന്നാണ് പുറത്തേക്ക് വരുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരത തോന്നുന്നില്ലേ? ആമസോണിലെ അത്ഭുതങ്ങൾ അങ്ങനെയൊന്നും തീരില്ല. 5ാമതൊരു കൈ പോലെ പ്രവർത്തിക്കുന്ന വാലുള്ള കുരങ്ങുകൾ, മരത്തിൽ അള്ളിപ്പിടിച്ചു കയറാൻ പ്രത്യേകതരം നഖങ്ങളുള്ള വണ്ടുകൾ, പിന്നെ ആകാശത്തിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഹാർപ്പി കഴുകൻ. ഗ്രിസ്ലി കരടിയുടെ നഖം പോലെയാണ് അതിന്റെ കാൽനഖങ്ങൾ. ഇവയെല്ലാം അതിജീവനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ കഥയുടെ ഹൃദയത്തിലേക്ക് വരാം. ഈ വെള്ളപ്പൊക്കവും ഒഴുക്കുമുള്ള ജലലോകത്ത് ജീവിക്കാൻ വേണ്ടി മാത്രം രൂപം കൊണ്ട ഒരു ജീവി, നമ്മുടെ ആമസോൺ നദി ഡോൾഫിൻ. ഇതാണ് ബോട്ടോ. വെള്ളത്തിനടിയിലൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന്റെ ഈ നിഗൂഢമായ സൗന്ദര്യമാണ് എന്നെപ്പോലുള്ള ഗവേഷകരെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിന്റെ ശരീരം വളരെ സവിശേഷമാണ്. സാധാരണ ഡോൾഫിനുകളെപ്പോലെ ഇതിന്റെ കഴുത്ത് ഉറച്ചതല്ല. തല ഏതാണ്ട് 90 ഡിഗ്രി വരെ തിരിക്കാൻ പറ്റും. എന്തിനാണെന്നറിയാമോ? വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ കാടിനുള്ളിലേക്ക് നീന്തി മരങ്ങളുടെ വേരുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന മീനുകളെയും ഞണ്ടുകളെയുമൊക്കെ പിടിക്കാൻ ഈ കഴിവ് അവയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായി ജീവിച്ചു പോന്ന ഈ ജീവിക്ക് ഇന്ന് ചില പുതിയ ശത്രുക്കളുണ്ട്. നമ്മൾ മനുഷ്യരുണ്ടാക്കിക്കൊടുത്ത ശത്രുക്കൾ. അവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന ചില അപകടങ്ങൾ. പ്രധാനമായും 3 ഭീഷണികളാണ് ഇവ നേരിടുന്നത്. 1. വലിയ അണക്കെട്ടുകൾ. 2. സ്വർണ്ണ ഖനനം കാരണം വെള്ളത്തിൽ കലരുന്ന മെർക്കുറി വിഷം. പിന്നെ 3ാമത്തേത് മീൻ പിടിക്കാനുള്ള ഇരയായി ഇവയെ കൊല്ലുന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ടും ഇവയുടെ എണ്ണം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇതൊരു നല്ല ചോദ്യമാണ്. എങ്ങനെയാണ് ദൂരെ എവിടെയോയുള്ളൊരു ഡാം ഇവിടുത്തെ ഡോൾഫിനെ ബാധിക്കുന്നത്? ഉത്തരം ലളിതമാണ്. അണക്കെട്ടുകൾ നദിയെ പല കഷണങ്ങളായി മുറിക്കും. അതോടെ ഡോൾഫിനുകളുടെ സഞ്ചാരപാത അടഞ്ഞുപോകും. ഭക്ഷണം തേടാനും ഇണചേരാനുമൊക്കെ അവയ്ക്ക് നദിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അണക്കെട്ടുകൾ കാരണം ഓരോ കൂട്ടവും ഓരോയിടത്ത് ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇതിനെതിരെ നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഞങ്ങളെപ്പോലുള്ള ശാസ്ത്രജ്ഞർ ഈ ഡോൾഫിനുകളെ മനസ്സിലാക്കാനും സംരക്ഷിക്കാനും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിനായി ഞങ്ങൾ ഉപയോഗിക്കുന്ന ചില പുതിയ വഴികളുണ്ട്. ഇവിടെയാണ് ടെക്നോളജി ഞങ്ങളെ സഹായിക്കുന്നത്. പണ്ടത്തെ പോലെ ബോട്ടിൽ പോയി എണ്ണുന്നതിനു പകരം ഞങ്ങളിപ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എണ്ണം വളരെ കൃത്യമായി കിട്ടും. അതുപോലെ ചില ഡോൾഫിനുകളുടെ ശരീരത്തിൽ ഞങ്ങൾ ചെറിയ സാറ്റലൈറ്റ് ടാഗുകൾ ഘടിപ്പിക്കും. അതുവച്ച് അവ എവിടേക്കൊക്കെ പോകുന്നു, എവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
ഈ വിവരങ്ങൾ ഇവയെ സംരക്ഷിക്കാൻ വളരെ പ്രധാനമാണ്. ഈ ഡോൾഫിനുകൾക്ക് പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലല്ലോ. അവ പല രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദികളിലൂടെ സഞ്ചരിക്കും. അതുകൊണ്ട് ഒരു രാജ്യം മാത്രം വിചാരിച്ചാൽ ഇവയെ സംരക്ഷിക്കാൻ പറ്റില്ല. സാരഡി പോലുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകൾ വഴി പല രാജ്യങ്ങളിലെ ഗവേഷകർ ഒരുമിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇനി നമുക്ക് ഡോൾഫിനിൽ നിന്ന് ഒന്നുകൂടി പുറകോട്ട് മാറി ആമസോൺ എന്ന വലിയ ചിത്രത്തിലേക്ക് നോക്കാം. കാരണം ഈ ഡോൾഫിന്റെ വിധി ആ കാടിന്റെ ആകെ ആരോഗ്യവുമായി കെട്ടുപിടഞ്ഞു കിടക്കുകയാണ്. നാസയുടെ ഈയൊരു കണ്ടെത്തൽ ശ്രദ്ധിച്ചു നോക്കൂ. എന്താ ഇതിന്റെ അർത്ഥം? വളരെ ലളിതമാണ്. വനം കാലാവസ്ഥയെയും കാലാവസ്ഥ വനത്തെയും നിയന്ത്രിക്കുന്നു. അതായത് രണ്ടും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതൊരു വളരെ ലോലമായ സന്തുലിതാവസ്ഥയാണ്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണിത്. ആമസോണിന് ആവശ്യമായ മഴയുടെ ഏതാണ്ട് പകുതിയോളം ആ വനം തന്നെ ഉണ്ടാക്കുന്നതാണ്. മരങ്ങളുടെ ഇലകളിൽ നിന്ന് വരുന്ന നീരാവി മുകളിലെത്തി മേഘങ്ങളായി മഴയായി പെയ്യുന്നു. അപ്പോൾ നമ്മൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മഴ പെയ്യിക്കുന്ന സംവിധാനം തകരാറിലാവും. മഴ കുറയും, നദികൾ വറ്റും. അത് അവസാനം ബാധിക്കുന്നത് നമ്മുടെ ഡോൾഫിനുകളെയും കൂടിയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. പിങ്ക് ഡോൾഫിൻ എന്നത് ആമസോണിന്റെ ആരോഗ്യത്തിന്റെ ഒരു സൂചകമാണ്. അതിനെപ്പോലെ ഒരു ജീവിയെ സംരക്ഷിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ കാണാൻ പോലും പറ്റാത്ത, പേര് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ജീവികളുടെ ഭാവി എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.